വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും വീണ്ടും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സാറ്റർഡേയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ആഴ്ചയിൽ ഒരു ദിവസം കർത്താവ് നമ്മളെ വഴി നടത്തി. ആഴ്ചയിൽ അവസാനത്തെ ദിവസം നമ്മളായിരിക്കുമ്പോൾ കർത്താവിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. അപ്പോൾ തന്നെ പുതിയ ആഴ്ചയിൽ കർത്താവ് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരു എക്സ്പെക്റ്റേഷനോടെ ആയിരിക്കാം. ഇന്നത്തെ എപ്പിസോഡിലും കർത്താവ് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കാൻ പോവുകയാണ്. ഇൻഡിവിജ്വലായി കർത്താവ് നമ്മളെ സ്പർശിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എല്ലാം നമുക്ക് ഈ സമയത്ത് കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ ഒരുങ്ങാം. നമുക്ക് ഒരു കീ സ്പോൺസറാണെന്നുള്ളത് എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്. ഈ സിസ്റ്ററെ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ നീട്ടി നമുക്ക് ബ്ലെസ് ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു കർത്താവെ. അവർക്ക് ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണവും കൃപയും ഉണ്ടായിത്തീരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ ഈ കുടുംബത്തിലേക്ക് റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. രോഗസൗഖ്യം ആവശ്യമുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഈ കുടുംബത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അതൊരു സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സിസ്റ്ററെയും കുടുംബത്തെയും ബ്ലെസ് ചെയ്യുന്നു. Thank you, Lord, for listening to our prayer. In Jesus' name we pray. Amen, amen, amen. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് നാളെ നമ്മുടെ സൺഡേ സർവീസുകൾ നടക്കുന്നു. രാവിലെ 7:45 AM ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ഹിന്ദി സർവീസും ഉണ്ട്. 9:45 AM നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സർവീസ്, നമ്മുടെ ബൈലിംഗ്വൽ സർവീസ് നടക്കുന്നു. ഇതെല്ലാം കൊച്ചിയിലുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ 9:45 AM സർവീസ് നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ട്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് വന്ന് ചേരാൻ സാധിക്കും. നാളെ നമുക്ക് ഒരുമിച്ച് ഗ്യാദർ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. വെൽക്കം ബാക്ക്. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണ്. ജാനുവരി 31 സാറ്റർഡേ. ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഈ ഡിവോഷണൽ ഡയറിയിൽ എടുക്കുക. താങ്ക്സ് ഗിവിങ്, നന്ദി അർപ്പണം, സ്തോത്രാർപ്പണം, നന്ദി കരേറ്റൽ ടൈപ്പ് ചെയ്തിടുക. 1000 പ്രാവശ്യങ്ങളും ടൈപ്പ് ചെയ്തിടണം. കമൻറ്റ് സെക്ഷനിലാണ് ചെയ്യേണ്ടത്. എങ്കിലും അതറിയില്ലെങ്കിൽ ലൈവ് ചാറ്റിലെങ്കിലും ടൈപ്പ് ചെയ്യണം. നന്ദി 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 നന്ദി, അല്ലെങ്കിൽ സ്തോത്രം 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 സ്തോത്രം. താങ്ക്സ് ഗിവിംഗ് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അതിൻ്റെ ഫോക്കസ് വേഴ്സ് 1 Thessalonians chapter 5 and verse number 18. Give thanks in all circumstances, for this is God's will for you in Christ Jesus. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി കരേറ്റുവിൻ, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുവിൻ. ഫോർ ദിസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ ഇതാണ്. ഡെക്ലറേഷൻ നോക്കാം. നമ്മുടെ ഇന്നത്തെ പ്രഖ്യാപനമാണ് ഐ എൻഡ് ദിസ് മന്ത് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ മാസത്തിൻ്റെ അവസാന ദിവസം കർത്താവെ, ഞാൻ നന്ദിയോടുകൂടെ ഞാൻ ഈ മാസം തീർക്കുകയാണ്. താങ്ക്സ് ഗിവിങ് മൾട്ടിപ്ലൈസ് മിറക്കിൾസ് ഇൻ മൈ ലൈഫ്. കാരണം ഈ നന്ദി അർപ്പണം, നന്ദിയുള്ളൊരു ഹൃദയം നമ്മുടെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ പിരിക്കുന്നതാണ്. അനുഭവിക്കുന്ന നന്മകളെ പിരിക്കുന്ന ഒന്നാണ് നന്ദിയുള്ളൊരു ഹൃദയം. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങൾക്ക് തരികയാണ്. ഇത് വളരെ ചെറിയ ലളിതമായ ചിന്തകളാണ്, പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇത് ധ്യാനിക്കുകയും എല്ലാം ചെയ്യാം. നമ്പർ 1, താങ്ക്സ് ഗിവിങ് ഈസ് ഗോഡ്സ് വിൽ ഫോർ എവ്രി ബിലീവർ. എല്ലാ വിശ്വാസികളെക്കുറിച്ചും എല്ലാ ദൈവമക്കളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഒരിഷ്ടം എന്താണ്? നന്ദിയുള്ളവരായി ജീവിക്കുക, നന്ദി അർപ്പണം. 1 Thessalonians chapter 5 verse number 18. 1 തെസ്സലോനിക്കർ 5:18. Give thanks in all circumstances, for this is God's will for you in Christ Jesus. നേരത്തെ വായിച്ച അതേ വചനം തന്നെ. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, ദൈവത്തിന് നന്ദി കരേറ്റുവിൻ. കാരണം ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. എല്ലാ ദൈവമക്കളും, എല്ലാ വീണ്ടെടുക്കപ്പെട്ടവരും, രക്ഷിക്കപ്പെട്ട സകലരും കർത്താവിന്
നന്ദി കരയറ്റണം, അതും എല്ലാ സാഹചര്യങ്ങളിലും എന്നാണ് വചനത്തിൽ കാണുന്നത്. താങ്ക്സ് ഗിവിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസസ്. ഈ നന്ദി അർപ്പണം അല്ലെങ്കിൽ സ്തോത്രാർപ്പണം ഒരിക്കലും സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്രൈസ്റ്റ് ലോർഡ്ഷിപ്പ് ഓൺ അസ്. നമ്മുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ കർത്തൃത്വം. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന് നന്ദി കരയറ്റേണ്ടത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ സാഹചര്യം, നല്ല സാഹചര്യം എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, കാശൊക്കെ ഉണ്ട്, വലിയ രോഗമൊന്നുമില്ല, ഈ സമയത്ത് നന്ദി കരയറ്റാം. രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പിറുപിറുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. നോ വേ. താങ്ക്സ് ഗിവിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ വരും, മാറും. നല്ല സാഹചര്യങ്ങൾ കാണും, ചീത്ത സാഹചര്യങ്ങൾ കാണും. ഒട്ടും ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ വരും, ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും വരും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല താങ്ക്സ് ഗിവിങ് ഇരിക്കേണ്ടത്. ഗോഡ്സ് വിൽ ഈസ് നോട്ട് ദാറ്റ് എവറിത്തിങ് ബി പെർഫെക്റ്റ്, ബട്ട് ദാറ്റ് ഹിസ് പീപ്പിൾ റിമെയിൻ ഗ്രേറ്റ്ഫുൾ ഇൻ എവറിത്തിങ്. എല്ലാ സാഹചര്യങ്ങളും വളരെ പെർഫെക്റ്റായി ഇരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിന് പോലും അതുണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ. എന്നാൽ ഹിസ് പീപ്പിൾ ഷുഡ് റിമെയിൻ ഗ്രേറ്റ്ഫുൾ ഇൻ എവറിത്തിങ്. എല്ലാ കാര്യങ്ങളിലും ഒരു നന്ദിയുള്ളൊരു ഹൃദയമുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തൊരു വചനം കുറിക്കാമോ? എഫീസിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 20. Always giving thanks to God the Father for everything in the name of our Lord Jesus Christ. അവിടെ പറയുന്നത് എല്ലാറ്റിനുമായി നിങ്ങളുടെ ദൈവവും പിതാവുമായവന് നന്ദി അർപ്പിക്കുന്നവരായി ജീവിക്കണം. എങ്ങനെ? ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കുന്നവരായി ജീവിക്കണം എന്നാണ് പറയുന്നത്. നമ്പർ 2 എഴുതുക. താങ്ക്സ് ഗിവിങ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട് ഫ്രം കംപ്ലൈനിങ്. നന്ദിയുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ പരാതി പറയുന്ന പിറുപിറുക്കുന്നൊരു ഹൃദയം വരാതെ സംരക്ഷിക്കും. അപ്പം നന്ദി പറയുന്ന രീതി നമ്മളൊന്ന് വികസിപ്പിക്കണം. രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട്? കർത്താവിൻ്റെ മക്കളായിട്ടുള്ളവരൊന്ന് കൈവീശി കാണിച്ച്. നാം ചെയ്യേണ്ടത് നമ്മുടെ അകത്ത് സ്തോത്രാർപ്പണം അല്ലെങ്കിൽ താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ് എന്നൊക്കെ പറയില്ലേ, അത് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നത്. കർത്താവെ, ജീവൻ തന്നതിനായ നന്ദി, കർത്താവ് ഉടുപ്പ് തന്നതിനായ നന്ദി, സമാധാനം തന്നതിനായ നന്ദി, രക്ഷ തന്നതിനായ നന്ദി, യേശുവിനെ തന്നതിനായ നന്ദി, വചനം തന്നതിനായ നന്ദി, ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കുമായ നന്ദി. ഓരോന്നും എടുത്തെടുത്ത് പറയുവാണെങ്കിൽ എത്രയോ അധികം നമുക്ക് പറയാനുണ്ട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 14 കാണുന്നത്, ഡു എവറിത്തിങ് വിതൗട്ട് ഗ്രംബ്ലിങ് ഓർ ആർഗ്യൂയിങ്. എല്ലാം പിറുപിറുപ്പും വാഗ്വാദവും കൂടാതെ ചെയ്യുവിൻ. പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ഏത് കോണ്ടെക്സ്റ്റിലും കുറേ മനുഷ്യർ ഒരുമിച്ച് ചേർന്നൊക്കെ പലരും ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഭയങ്കര വിശ്വസ്തയോടെയും പെർഫെക്റ്റായും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നിസ്സാര കാര്യത്തിന് അവർ ഇടറിപ്പോവും, നിസ്സാര കാര്യത്തിന് അവർ പിറുപിറുക്കും. ആ ഒരു രീതി നമ്മൾ അവലംബിക്കരുത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 6, ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറി സിറ്റുവേഷൻ ബൈ പ്രേയർ ആൻഡ് പെറ്റിഷൻ വിത്ത് താങ്ക്സ് ഗിവിങ് പ്രസൻറ്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്. ഒത്തിരി പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളൊരു വചനമാണല്ലോ. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറഞ്ഞ ശേഷം എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്ന് വെച്ചാൽ ടെൻഷൻ അടിപ്പിക്കാവുന്ന, പാനിക് അറ്റാക്ക് വരുത്താവുന്ന എല്ലാ ടൈപ്പ് സാമഗ്രികളും ജീവിതത്തിൽ വന്ന് കയറും. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ബട്ട് പ്രേയർ ആൻഡ് പെറ്റിഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതെങ്ങനെ? താങ്ക്സ് ഗിവിങ്ങോടുകൂടെ, സ്തോത്രത്തോടുകൂടെ. എന്ന് വെച്ചാൽ ഇതുവരെ നടത്തിയതിനും നമ്മൾ ഇതുവരെ കൊണ്ടുവന്നതിനും എല്ലാറ്റിനും നന്ദി പറഞ്ഞ് വന്ന ശേഷം പ്രസൻറ്റ് യുവർ റിക്വസ്റ്റ്. എന്നിട്ട് വേണം പുതിയ പ്രാർത്ഥനാ വിഷയങ്ങൾ കൊടുക്കാൻ.
പുതിയ പുതിയ പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോൾ അത് കൊടുക്കുന്നതിന് ഇതുവരെ ഉള്ളത്, ചിലത് പെൻഡിങ്ങിൽ ആയിരിക്കും, ചിലതിന് മറുപടി വന്നിട്ടില്ല, ചിലതിന് നോ എന്ന മറുപടിയൊക്കെ കിട്ടിയായിരിക്കും ഇരിക്കുന്നത്. എങ്കിലും അവിടെ തളർന്ന് പോകാതെ നന്ദിയുള്ള ഹൃദയം അവിടെ കയറ്റാമെങ്കിൽ, നന്ദിയുള്ള ഹൃദയം അവിടെ കീപ്പ് ചെയ്യാമെങ്കിൽ ഒരിക്കലും പിറുപിറുക്കുന്നൊരു ഹൃദയം ഉണ്ടാകുകയില്ല. ഇത് കേട്ടോളൂ. എ താങ്ക്ഫുൾ ഹാർട്ട് സീസ് ബ്ലെസ്സിങ്സ് where a complaining heart sees burdens. നന്ദിയുള്ളൊരു ഹൃദയം അനുഗ്രഹങ്ങൾ കാണും. എന്നാൽ പരാതിപ്പെടുന്നൊരു ഹൃദയം ഭാരങ്ങൾ മാത്രമേ കാണുള്ളൂ. ശരിയാണ് ഞാൻ പറയുന്നത്. അവരെപ്പോഴും അത് തന്നെ കണ്ടുകൊണ്ടേയിരിക്കും. ഭാരങ്ങൾ, ക്ലാസ്. ചില ആളുകളൊക്കെ വായി തുറന്നാൽ പരാതി, എല്ലാറ്റിനും പരാതി. നമ്പർ 3, താങ്ക്സ് ഗിവിങ് അൺലോക്സ് ഗോഡ്സ് പീസ്. നന്ദിയുള്ള ഹൃദയമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സമാധാനത്തെ നമ്മിലേക്ക് അൺലോക്ക് ചെയ്യും. Philippians 4:7. And the peace of God, which transcends all understanding, will guard your hearts and your minds in Christ Jesus. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ വിചാരങ്ങളെയും ഹൃദയങ്ങളെയും നിലവുകളെയും എല്ലാം ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അപ്പം അവിടെ എത്ര ഭയങ്കരമായൊരു ഓഫറാണ് അവിടെ ഉള്ളത്. മനുഷ്യൻ്റെ സകല ബുദ്ധിക്ക് അതീതമായൊരു സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അതായത് നന്ദിയുള്ളൊരു ഹൃദയത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് എന്ത് തുറക്കും? ദൈവസമാധാനം നമ്മിലേക്ക് തുറന്ന് അൺലോക്ക് ചെയ്ത് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. താങ്ക്സ് ഗിവിങ് ബിൽഡ്സ് എ സ്പിരിച്വൽ ഷീൽഡ് എറൗണ്ട് ദ മൈൻഡ്. നന്ദി അർപ്പിക്കുന്ന എത്ര പേര് നന്ദി പറയാറുണ്ട് കർത്താവിനോട്? കൂടെ താങ്ക് യു ജീസസ്, ലോർഡ് ജീസസ് താങ്ക് യു, ഹോളി സ്പിരിറ്റ് താങ്ക് യു, ഇങ്ങനെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ ഇറ്റ് ബിൽഡ്സ് എ സ്പിരിച്വൽ ഷീൽഡ് അറൗണ്ട് ദ മൈൻഡ്. നമ്മുടെ മനസ്സിന് ചുറ്റും ഒരു ഗോഡിനെ പോലെ, അല്ലെങ്കിൽ ഒരു പരിച പോലെ, കോട്ട പോലെ സമാധാനം നമ്മളെ ഇൻസുലേറ്റ് ചെയ്യും. മറ്റൊന്നും അതിനകത്തേക്ക് കയറാത്ത രീതിയിൽ കർത്താവ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്പർ 4, താങ്ക്സ് ഗിവിങ് ഓണേഴ്സ് ഗോഡ്. ഇത് കൂടാതെ ഈ നമ്മൾ നന്ദി പറയുന്ന സമയത്ത്, സ്തോത്രം അർപ്പിക്കുന്ന സമയത്ത് അത് ദൈവത്തിന് തന്നെ ഒരു മഹത്വമാണ്. Psalm 50:23, those who sacrifice offerings honor me. അപ്പോൾ അവിടെ പറയുന്നതനുസരിച്ച് സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആൻഡ് ടു ദ ബ്ലെയിംലെസ് ഐ വിൽ ഷോ മൈ സാൽവേഷൻ. എന്നാൽ അതുപോലെ തന്നെ നിഷ്കളങ്കമായി നടക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. അവിടെ ആദ്യം പറയുന്നത് എന്താണ്? ദോസ് ഹു സാക്രിഫൈസ് താങ്ക് ഓഫറിങ്സ് ഓണർ മീ. സ്തോത്രയാഗം അർപ്പിക്കുന്ന സകലരും എന്നെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കാലത്ത് കാളയെ അർപ്പിക്കേണ്ട, പശുവിനെ അർപ്പിക്കേണ്ട, പ്രാവിനെ അർപ്പിക്കേണ്ട, ആടുമാടുകളെ ഒന്നും അർപ്പിക്കേണ്ട, സ്തോത്രം അർപ്പിച്ചാൽ മതി, നന്ദി പറഞ്ഞാൽ മതി എന്നർത്ഥം. അതൊരു ഭയങ്കര ആരാധനയാണ്. അത് ദൈവത്തെ ഭയങ്കരമായി മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ഗ്ലോറിഫൈസ് ഗോഡ് മോർ ദാൻ ഗിഫ്റ്റ്സ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും, അതിനേക്കാൾ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒന്നാണ് നന്ദിയുള്ളൊരു ഹൃദയത്തോടുകൂടെ ജീവിക്കുക. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവ് ഇന്നു മുതൽ വളരെ നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. നന്ദിയില്ലാത്ത ഹൃദയങ്ങളുമായിട്ടാണ് ഒത്തിരി ഈവൻ ദൈവമക്കളെന്നറിയപ്പെടുന്നവർ പോലും ജീവിക്കുന്നത്. ദൈവത്തോട് നന്ദിയില്ല, ദൈവം ആരെ ഉപയോഗിച്ചോ അവരോട് നന്ദിയില്ല. പീപ്പിൾ ആർ ജനറലി താങ്ക്ലെസ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ട്. പൊതുവേ ഈ ജനങ്ങൾ നന്ദിയില്ലാത്തവരാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഒരു നന്ദിയും കടപ്പാടും താങ്ക് യു ഒക്കെ പറയാറുള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ. നമ്പർ 5, താങ്ക്സ് ഗിവിങ് മൾട്ടിപ്ലൈസ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത, ദൈവാനുഗ്രഹങ്ങളുടെ എണ്ണം അത് പെരുക്കും. താങ്ക്സ് ഗിവിങ് മൾട്ടിപ്ലൈസ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്.
നന്ദിയുള്ളവരായി ജീവിക്കുന്നവരുടെ ജീവിതത്തിലെ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ മിറക്കിൾസ് എല്ലാം പെരുകിക്കൊണ്ടിരിക്കും. John 6:11. Jesus then took the loaves, gave thanks, and distributed to those who were seated as much as they wanted. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, യേശു കർത്താവ് താൻ അപ്പമെടുത്തു. ഇവിടെ അപ്പമെടുത്തു എന്ന് പറയുന്നത് ഈ അന്ത്യത്താഴത്തിൽ അപ്പമെടുത്ത കാര്യമൊന്നുമല്ല പറയുന്നത്. ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അന്ത്രയോസ് അത് കണ്ടുപിടിച്ചു, കൊണ്ടുവന്നു. അപ്പോൾ ജീസസ് ടുക്ക് ദ ലൗസ്, അതെടുത്തു, ഗേവ് താങ്ക്സ്, ദൈവത്തിന് ആദ്യം നന്ദി പറഞ്ഞു, ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദോസ് ഹു വർ സീറ്റഡ് ആസ് മച്ച് ആസ് ദേ വാണ്ടഡ്. അവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് വചനം കേൾക്കാൻ വേണ്ടി 1-3 ദിവസമായി ആകെ തളർന്നിരിക്കുകയാണ്, വിശന്നിരിക്കുക. ആ സമയത്താണ് ഇത് എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന സകലർക്കുമായി കൊടുത്തു. അപ്പോൾ കർത്താവിടെ എടുത്തിട്ട് എന്താ ചെയ്തത്? ആ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. നന്ദി പറയാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ആ അപ്പക്കഷ്ണങ്ങളെല്ലാം പെരുകാൻ തുടങ്ങി. എത്ര വിളമ്പിയാലും കൊട്ടയിൽ തീരുന്നില്ല. ഇതുപോലെ സൂപ്പർ നാച്ചുറലായ ദൈവം അവിടെ പ്രവർത്തിച്ചു. എപ്പോൾ കർത്താവ് തന്നെ അതെടുത്ത് നന്ദി പറഞ്ഞ സമയത്ത്. അത് നമുക്ക് മോഡലാകാൻ വേണ്ടി കർത്താവ് പല കാര്യങ്ങളും ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ നിങ്ങളോടുള്ള, നമ്മോടുള്ള എല്ലാവരോടുമുള്ളൊരു ചോദ്യമാണ്, ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് നന്ദി അർപ്പിക്കാനുള്ളത്? പലപ്പോഴും മനുഷ്യരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, തിന്മ ആദ്യം കാണും, നന്മ ആദ്യം കാണില്ല. ഒരാൾ ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഏറ്റവും അവസാനം അയാളുടെ കയ്യിൽ നിന്നൊരു കൈപ്പിഴ വന്നുപോയി, ഒന്ന് നമ്മെ നോവിച്ചു. അതോടുകൂടി ഇത്രയും വർഷങ്ങളിൽ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് കൈപ്പറ്റിയ നന്മകളോ അനുഗ്രഹങ്ങളോ ഗുഡ്നെസ്സോ എല്ലാം നമ്മൾ ആ സമയത്ത് മറന്നുപോകും. ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതം. ദിസ് ഈസ് വെരി മച്ച് ആപ്ലിക്കബിൾ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നു, ഒരല്പം സ്വർണം തന്നു, അല്ലെങ്കിൽ ഒരാൾ ബാങ്കിൽ കുറച്ച് കാശ് അയച്ചു, ഗൂഗിൾ പേ ചെയ്തു, അത്യാവശ്യ സമയത്ത് നമ്മളെ ഒന്ന് സഹായിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു അല്ലെങ്കിൽ വലുതായ പല കാര്യങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ട് അതേ ആളിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പെട്ടെന്ന് എല്ലാം തീർന്നു. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? അതിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങും. ദൈവത്തോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒത്തിരി നന്മകൾ ദിവസവും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. എന്നാൽ എന്തെങ്കിലും ഒരു മോശാനുഭവം ഇവിടെ എവിടെയെങ്കിലും, അത് ദൈവത്തിൻ്റെ കുറ്റമൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടായി, തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തിനെതിരെ പരാതി പറയുന്നു, കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, കർത്താവിനെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു മോഡിലോട്ട് നമ്മൾ മാറാറുണ്ട്. 6-ാമത്തേത് നോക്കാം. താങ്ക്സ് ഗിവിങ് പ്രിപ്പേഴ്സ് us ഫോർ ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ഒന്നാണ് താങ്ക്സ് ഗിവിങ്. എന്ന് വെച്ചാൽ താങ്ക്സ് ഗിവിങ് തുടങ്ങുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നമ്മിലേക്ക് വരാൻ തുടങ്ങുന്നു. സാം 100:4. 100-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വചനം വായിച്ച് നോക്കി. എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ആൻഡ് ഹിസ് കോർട്ട്സ് വിത്ത് പ്രൈസ്. ഗിവ് താങ്ക്സ് ടു ഹിം ആൻഡ് പ്രൈസ് ഹിസ് നെയിം. ഈ സങ്കീർത്തനം ആദ്യം മുതലൊന്ന് വായിച്ച് നോക്കാം. ഷൗട്ട് ഫോർ ജോയ് ടു ദ ലോർഡ് ഓൾ ദി എർത്ത്. സകല ഭൂവാസികളുമായുള്ളവരെ ദൈവത്തിന് ആർപ്പിടുവിൻ. ദൈവത്തിന് ഇതിന് ആർപ്പിടുന്നേ, ദൈവത്തിന് ചെവി കേട്ടുകൂടെ? ദൈവത്തിന് ഒത്തിരി പേര് ചോദിക്കും, നിങ്ങളെന്തിനാ ഇത്തിരി ഉറക്കെ പ്രാർത്ഥിക്കുന്നത്? ദൈവം ഡെഫാണോ? ദൈവത്തിന് കേൾവിയില്ലേ? മനസ്സിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. ഓഫ് കോഴ്സ് പ്രാർത്ഥിക്കണമെന്ന് പോലുമില്ല. ജസ്റ്റേഴ്സ് പോലും, ടിയേഴ്സ് പോലും ദൈവത്തിൽ പ്രാർത്ഥനയാണ്. വാക്കുകൾ പോലും പറയണമെന്നില്ല. ഇത് അതിനൊന്നും അല്ലെന്നേ. ദൈവത്തോടുള്ള നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, അതിൻ്റെ ഒരു പ്രകടനമാണിത്. ഒരാൾ ഉറക്കെ പ്രാർത്ഥിക്കും, ഉറക്കെ ഹല്ലേലൂയ പറയും, ഉറക്കെ പാട്ട് പാടും, ചിലരൊക്കെ കൈകൾ അടിച്ച് ശക്തമായി ദൈവത്തെ സ്തുതിക്കുന്നു.
ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ദൈവത്തിന് ഇത് കേൾക്കാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ ഇവിടെ കിട്ടുന്ന ബഹളം ഉണ്ടാക്കി കേൾപ്പിക്കുവാണ്. നോ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് അവർ ജോയ് ഫോർ ഹിം. ദിസ് ഈസ് ദ സൗണ്ട് ഓഫ് അവർ സെലിബ്രേഷൻ ഓൺ ഹിം. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ദൈവം വലിയവനാണ്, സ്തുതിക്ക് യോഗ്യനാണ്. ഇവിടെ പറഞ്ഞ് ഷൗട്ട് ഫോർ ജോയ് ടു ദ ലോർഡ്. ദൈവത്തിന് ആർപ്പിടുവിൻ, ഓൾ ദി എർത്ത്, സകല ഭൂസീമാവാസികൾ, സകല മനുഷ്യരും ദൈവത്തെ സ്തുതിക്കട്ടെ. വർഷിപ്പ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ്, നോട്ട് സാഡ്നെസ്. ദൈവത്തിന് ഹൃദയ സന്തോഷത്തോടെ അവനെ ആരാധിക്കണം. കം ബിഫോർ ഹിം വിത്ത് ജോയ്ഫുൾ സോങ്സ്. പല ടൈപ്പ് പാട്ടുകളുണ്ട്. ചിലർ പറയില്ല, മരിച്ച വീട്ടിൽ പാടുന്ന പാട്ട് പോലെയുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ടോണും അതിൻ്റെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആരോ മരിച്ചു കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ സമയമാനത്തിൽ ശരിക്കത് മരണ വീട്ടിൽ പാടാൻ വേണ്ടി എഴുതിയൊരു പ്രത്യാശ ഗാനമാണ്. പക്ഷെ അത് പാടി അങ്ങനെ ആക്കി. അപ്പോൾ വർഷിപ്പ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ് എന്ന് പറയുമ്പോൾ ഗ്ലാഡ് ടോണുള്ള സെലിബ്രേഷൻ സോങ്സ് ഉണ്ട്, ഷൗട്ടിങ് സോങ്സ് ഉണ്ട്, സ്ക്രീമിങ് സോങ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും സന്തോഷവും എല്ലാം നമ്മൾ ഭയങ്കരമായി പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു മന്ത്രി ജയിച്ചു, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ക്ലബ്ബ് ജയിച്ചു, എന്നാ ബഹളമാ റോഡിൽ. അവർക്കൊക്കെ ചെവി കേട്ടൂടെ? എന്തിന് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് അയച്ചാൽ പോരെ, കൺഗ്രാജുലേഷൻസ്. ഇത്രയും. പക്ഷേ തെരുവിലേക്ക് ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തുന്നത് നമുക്ക് കാണാം. ഇതുപോലെ നമ്മുടെ ദൈവത്തിന് പരസ്യമായി സകല ആളുകളും ഉള്ളപ്പോൾ ഉറക്കെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞാൻ പറയാം, ഒത്തിരി പേരുടെ ഡിപ്രഷൻ വളരെ ശക്തമായ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ തീരും. ആ സ്പിരിറ്റേ വിട്ടുപോകും. രണ്ടാമത്തെ വചനത്തിൽ വർഷിപ്പ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ് നമ്മൾ വായിച്ചു. കം ബിഫോർ ഹിം വിത്ത് ജോയ്ഫുൾ സോങ്സ്. സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടും, ദുഃഖത്തിൻ്റെ പാട്ടല്ല, സന്തോഷത്തിൻ്റെ പാട്ട് വരണം. നമ്പർ 2, നോ ദ ലോർഡ് ഈസ് നോ. നമ്പർ 3, നോ ദ ലോർഡ് ഈസ് ഗോഡ്. ഈ ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഹി ഹു മെയ്ഡ് us, വി ആർ ഹിസ്. അവനാണ് നമ്മെ നിർമ്മിച്ചത്. അതുകൊണ്ട് നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. വി ആർ ഹിസ് പീപ്പിൾ, ദ ഷീപ്പ് ഓഫ് ഹിസ് പാസ്ചർ. നാം അവൻ്റെ ജനങ്ങളും നാം അവൻ്റെ ആടുകളുമാണ്, അവൻ്റെ പുൽപ്പുറങ്ങളിലെ ആടുകളുമാണ്. അപ്പം നമ്മൾ അവൻ്റെ ആളുകളുമാണ്, ആടുകളുമാണ്. നമ്പർ 5, എൻ്റർ ദ ഗേറ്റ്സ് വിത്ത് താങ്ക്സ്ഗിവിങ്. എന്നാൽ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ആ കോർട്ടിൻ്റെ, ഔട്ടർ കോർട്ടിൻ്റെ അവിടെ എത്തും, ആ എൻട്രൻസിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ്ഗിവിങ്. നന്ദി അർപ്പണത്തോടുകൂടി വേണം തുടങ്ങാൻ. ആൻഡ് ഹിസ് കോർട്ട്സ് വിത്ത് പ്രൈസ്. അകത്തോട്ട് കയറുമ്പോൾ സ്തുതിക്കാൻ തുടങ്ങണം. ഗിവ് താങ്ക്സ് ടു ഹിം ആൻഡ് പ്രൈസ് ഹിസ് നെയിം. അവന് നന്ദി അർപ്പിക്കണം, അവനെ സ്തുതിക്കണം. ഫോർ ദ ലോർഡ് ഈസ് ഗുഡ് ആൻഡ് ഹിസ് ലവ് എൻജോയ്സ് ഫോർ എവർ. കാരണം ദൈവം നല്ലവനാണ്, അവൻ്റെ സ്നേഹം എന്നേക്കും നിത്യയോളം നിലനിൽക്കുന്നു. ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് കണ്ടിന്യൂസ് ത്രൂ ഓൾ ജനറേഷൻസ്. അവൻ്റെ വിശ്വസ്തത തലമുറയായി മാറ്റമില്ലാത്തതായി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മാസത്തിൻ്റെ അവസാന ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം. നന്ദിയുള്ളവരായി ജീവിക്കണം. അടുത്ത മാസങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ നന്ദിയുള്ളവരായിട്ട് നമുക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് സെക്ഷനിലൊക്കെ താങ്ക്സ് ഗിവിങ് അടിച്ചിടുക. ഇന്ന് കേട്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇടുക. കൈനീട്ട. കർത്താവേ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഞാനിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതലും അനുഗ്രഹവും കർത്താവേ നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. ഈ ഷോൾഡറിന് പ്രയാസമുള്ളവർ, ഷോൾഡർ ഉയർത്താൻ കഴിയാത്തവരൊക്കെ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുക. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. എന്താണ് ആവശ്യമെങ്കിലും കൈനീട്ടി പിടിക്കുക. കർത്താവെ, തിരുനാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിൽ കാണാം.
പക്ഷെ നാളെ ഉള്ള ചർച്ചിലുള്ള സർവീസ് അറ്റൻഡ് ചെയ്യാൻ ഫിസിക്കലി എല്ലായിടത്തും വന്ന് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈ.